ഇതാര് വാങ്ങിച്ചു കൊടുത്തു? ഉപ്പ തന്നെ വാങ്ങിച്ചു കൊടുത്തതാണോ? അതല്ല കൂട്ടുകാരി നൽകിയെന്ന് പറയുന്നു. ഇത് കൂട്ടുകാരിയാണോ അതല്ല കൂട്ടുകാരനാണോ? എപ്പോഴും ഇവൾ നെറ്റിലുണ്ട്, എപ്പോഴും ഇവൾ വാട്സാപ്പിലുണ്ട്. ഇവൾക്ക് ഈ നെറ്റ് റീചാർജ് ചെയ്യാനുള്ള പണം അംബാനി കൊടുത്തോ അതല്ല ഈ ദുനിയാവിൽ അംബാനിയായിട്ട് നടക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാർ കൊടുത്തോ? ഇതാര് കൊടുത്തതാ? ഇത് മനസ്സിലാക്കണ്ടേ? അത് ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെടും. നാളെ മക്കൾ ഒളിച്ചോടിയിട്ട് അല്ലാഹുവേ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഉസ്താദേ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് നീ ഖേദിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കളുടെ അടിച്ചുപൊളിക്ക് ഉതകുന്ന രീതിയിലുള്ള സമ്പത്ത് എവിടുന്നാണ് മക്കൾ കൈപ്പറ്റുന്നത് എന്ന് ചിന്തിക്കണം, അത് ശ്രദ്ധിക്കണം, അനിവാര്യമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവൻ ആരെങ്കിലും പോയി തട്ടിയിട്ട് കിട്ടിയതാണോ? ഏതെങ്കിലും കഞ്ചാവ് മാഫിയുമായി ചേർന്നിട്ട് ഇവിടെ നിന്ന് പയ്യന്നൂരിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇവൻ അതിന്റെ ഏജന്റായി വർത്തിച്ചതിന്റെ പിന്നിൽ ഇവന് കിട്ടിയ പണം കൊണ്ടാണോ ഇവൻ ഈ മൊബൈൽ ഫോണ്, ഈ ഐഫോണ്, ഈ പാട്, ഈ സംഭവങ്ങളൊക്കെ ഇവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്? ഈ അടിച്ചുപൊളി ഇത് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. വലിയ അപകടമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, കണ്ണൂരിൽ കോട്ട കാണാൻ വേണ്ടി രണ്ടുപേര് വന്നു. കാമുകന്മാർ വന്നു. കമിതാക്കൾ വന്നിരിക്കുന്നു. പോലീസ് അവരെ നിരീക്ഷിച്ചു. രണ്ടുപേരുടെയും ഇരുത്തത്തിൽ എന്തോ പന്തി ഉണ്ടെന്ന് തോന്നി. അടുത്ത് നിന്ന് പെണ്ണിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചപ്പോ 10ാം ക്ലാസ്സിൽ നാട്ടിൽ പഠിക്കുന്ന ആ കോട്ടയ്ക്കടുത്തുള്ളതാകുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണാണത്. മുസ്ലിം പെണ്ണാണ്. ഇട്ടിരിക്കുന്നതോ നല്ല പർദ്ദയാണ്. വീട്ടിൽ നിറങ്ങുമ്പോ പർദ്ദയെടുത്ത് ബാഗിനുള്ളിൽ വെച്ച് സ്കൂളിന്റെ ഏതെങ്കിലും പിന്നാമ്പുറത്ത് പോയി അല്ലെങ്കിൽ ശൗചാലയത്തിൽ പോയി ആ പർദ്ദയണിഞ്ഞിട്ട് യൂണിഫോം എടുത്ത് ബാഗിൽ വെച്ച് തിയേറ്ററിലേക്കും പാർക്കിലേക്കും മാളുകളിലേക്കും കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്ന എത്രയോ മുസ്ലിം അംഗമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ മക്കളുണ്ട്, എത്രയോ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. ഇതൊന്നും നമ്മളൊന്നും അറിയുന്നില്ലേ? എന്ത് പറ്റിപ്പോയി? നമ്മുടെ മക്കൾ എവിടെ പോകുന്നു? പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ തന്നെയാണോ അവൾ പോകുന്നത്? രാവിലെ ബാഗും തൂക്കി ഇറങ്ങുന്നുണ്ട്, ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഇത് ട്യൂഷൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ? എവിടെയാണ് പോകുന്നത്? വാപ്പയും ഉമ്മയും അറിയണം. എന്താ നിങ്ങൾ അറിയണ്ടേ? നിങ്ങളല്ലേ ചെലവിന് കൊടുക്കുന്നത്, നിങ്ങളല്ലേ ഭക്ഷണം നൽകുന്നത്, നിങ്ങളല്ലേ വസ്ത്രം കൊടുക്കുന്നത്, നിങ്ങളല്ലേ അവരെ താരാട്ടുപാടി ഉറക്കിയത്, നിങ്ങളല്ലേ അവർക്ക് അപകടം പിടഞ്ഞു വരുമ്പോ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് മക്കളുടെ ജീവന് വേണ്ടി പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ച് പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുന്നത് നിങ്ങളല്ലേ? എന്തേ നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു പോയോ? വാപ്പയും ഉമ്മയും എന്തേ ജാഗരൂകരാകാത്തത്? മക്കൾക്ക് അപകടം പിണഞ്ഞു കഴിയുമ്പോ എഴുന്നേറ്റിട്ട് കാര്യമില്ല. കൂടെയുള്ള കോട്ട കാണാൻ വന്നവരോട് ചോദിച്ചു വയസ്സ് എത്രയാണ്? വയസ്സ് 36. കൂടെയുള്ള പെണ്ണിനോ? വയസ്സ് 14. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. കൂടെയുള്ള 36. ഏത് മതത്തിൽ? അന്യമതത്തിൽ. മതം ഞാൻ പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ചിന്തിക്കേണ്ടതാണ് നമ്മൾ. എവിടെ എത്തിപ്പോയി? ഏതെങ്കിലും ഒരുത്തൻ, വീട്ടിൽ വരുന്ന ഒരുത്തൻ, മൈക്കാടായി വരുന്നവൻ, ആശാരിയായി വരുന്നവൻ, അവനൊന്ന് ചിരിച്ചു കാണിച്ചാൽ ഇളകിപ്പോകുന്നതാണോ പെണ്ണെ നിന്റെ സ്ത്രീത്വം? ഇളകിപ്പോകുന്നതാണോ? നിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത വേണ്ടേ? റബ്ബിനെ പേടിക്കണ്ടേ? അല്ലാഹുവിന്റെ കോടതിയെ നീ ഭയക്കണ്ടേ? എന്ത് പറ്റി നമ്മുടെ സഹോദരിമാർ? എന്ത് പറ്റി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ലഉബഗിദുൽ മർആ തഖ്റുജു മിൻ ബൈതിഹാ തജുറു ദൈലഹാ വതസ്തകി അൻ സൗജിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവളാണ്. അവളുടെ തുണിയുടെ കോന്തൽ നിലത്തൂടി വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നവളാണ്. അഥവാ അവള് പോകാത്ത പാർക്കില്ല, അവള് പോകാത്ത മാളുകളില്ല. ഭർത്താവ് പ്രവാസിയാണ്, അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നവനാ. താക്കത്തിന്റെ പ്രശ്നം കൊണ്ട് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ട് ആലിമീങ്ങളെ കണ്ട്, ഉസ്താദേ എന്റെ മക്കള് പട്ടിണിയായി പോകും, എന്റെ ഭാര്യ പ്രയാസത്തിലായി പോകും, അവരുടെ വിദ്യാഭ്യാസം നിലച്ചു പോകും, അവരുടെ കുടുംബം പ്രയാസത്തിലായി പോകും, എനിക്ക് നല്ല ഒരു ജോലിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളെ കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദുമാരുടെ അടുക്കൽ വന്ന് ഭർത്താക്കന്മാര് ദുആ ചെയ്യിപ്പിക്കുമ്പോ, പെണ്ണെ നീ അടിച്ചു പൊളിക്കരുതേ. ഭർത്താവ് അറിയാതെ എത്രയോ കാമുകന്മാരുമായി യാത്ര നടത്തുന്ന സഹോദരിമാരില്ലയോ? പാതിരാത്രി സമയത്ത് വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുന്ന പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നി ലഉബഗിദുൽ മർആ
ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. തഖറുജു മിൻ ബൈതിഹാ, ഭർത്താവിന്റെ അനുമതിയില്ലാതെ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവളാണ്. തജുറു സൈലഹാ, അവളുടെ തുണിയുടെ കോന്തൽ നിലത്തുകൂടി വലിച്ചടച്ച് നടക്കുന്നവളാ. അഥവാ അവള് പോകാത്ത സ്ഥലമില്ല, അവള് പോകാത്ത ബീച്ചുകളില്ല, അവള് പോകാത്ത മാളുകളില്ല, അവള് പോകാത്ത പാർക്കുകളില്ല, അവള് പോകാത്ത കമ്പോളങ്ങളില്ല, അവള് പോകാത്ത കച്ചവട സ്ഥാപനങ്ങളില്ല. അത്തരത്തിലുള്ള പെണ്ണിനെ എനിക്ക് കണ്ണിൽ കാണേണ്ടതില്ല. എനിക്ക് ദേഷ്യമാണ്, ദേഷ്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാസർഗോഡുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കെന്തിന്റെ കുറവാണ്? നിന്റെ പ്രിയപ്പെട്ട ഈച്ച പ്രവാസ ലോകത്ത് പോയി നിനക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്, പകലന്തിയോളം പണിയെടുക്കുന്നത്? നിനക്ക് വേണ്ടിയല്ലേ പ്രയാസം അനുഭവിക്കുന്നത്? ഒരു പ്രയാസവും നിന്നോട് പറഞ്ഞിട്ടില്ല. എത്രയോ പ്രയാസങ്ങൾ ഉസ്താദുമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എത്രയോ സഹോദരങ്ങളാണ് ഉസ്താദേ എന്റെ ജീവിതം പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനീതടക്കമുള്ള എത്രയോ ഉസ്താദുമാരെ വിളിക്കുന്ന കാസർഗോഡുള്ള സഹോദരങ്ങളുണ്ട്. പക്ഷെ അവര് വീട്ടിലേക്ക് വിളിച്ചവരുടെ പ്രയാസങ്ങൾ ഭാര്യമാരോട് പറയാറില്ല, മക്കളോട് പറയാറില്ല. കാരണം അവർ കൂടി കണ്ണീര് കുടിക്കേണ്ടതില്ല. എന്റെ മക്കൾ അറിയരുത്, എന്റെ ഭാര്യ അറിയരുത്, ഞാൻ ജോലിയില്ലാതെ നിൽക്കുകയാണ്, ഞാൻ പ്രയാസം അനുഭവിക്കുകയാ, ഞാൻ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും എന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് മാസം തോറും അയച്ചു കൊടുക്കാറുള്ള 30,000 40,000 അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദേ. എത്രയോ സഹോദരങ്ങളാണ് വിലപിച്ചിട്ടുള്ളത്, എത്രയോ കാസർഗോഡുള്ള സഹോദരങ്ങളാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ദുനിയാവിൽ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ മോശപ്പെട്ട വസ്ത്രവിധാനം നടത്തി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടക്കേണ്ടതാകുന്ന കടക്കയിൽ അന്യരാകുന്ന പരപുരുഷന്മാരെ കൊണ്ടുവന്ന് കടത്തി അവനുമായി ശയ്യവലംബിച്ച് നിന്റെ വിലപ്പെട്ടതാകുന്ന സ്ത്രീത്വം മുഴുവനും അവന് വേണ്ടി കളഞ്ഞു കുടിക്കല്ല പെണ്ണേ, നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമേ. റസൂലുള്ള ഏറ്റവും ദേഷ്യപ്പെട്ട പെണ്ണായി നീ മാറാതിരിക്കാൻ സ്നേഹത്തോടുകൂടി കുമ്മനം സാധോർമ്മപ്പെടുത്തുകയാണ്. അള്ളാന്റെ റസൂലാണ് പറയുന്നത്, ലോകത്തിന്റെ നായകൻ ഏറ്റവും ദേഷ്യപ്പെട്ട പെണ്ണ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ. അൽമറഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാ. അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ തലയുടെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്, കാണിക്കാൻ പാടില്ല. നിന്റെ വീട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ നിനക്കന്യനാണ്. നിന്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന പാൽക്കാരൻ നിനക്കന്യനാണ്. നിന്റെ വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന മീൻകാരൻ പെണ്ണെ നിനക്കന്യനാണ്. മഹറമല്ല, അവൻ വിവാഹബന്ധം നിഷിദ്ധമായ ആളല്ല. നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ അധിപതിയാണ്. ശ്രദ്ധിക്കാതെ പോകരുതേ, പോകരുതേ. അപകടം പിടഞ്ഞിരിക്കുകയാണ്. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. ഒരു പെണ്ണവരുടെ നാണം മറയ്ക്കാതെ, അവരുടെ ശരീരത്തിന്റെ നഗ്നതകൾ മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളെ അന്യരാകുന്ന വ്യക്തികളിലേക്ക് പിശാച് വെളിവാക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നഗ്നത തുറന്നിട്ട് നടന്നാൽ അന്യപുരുഷന്മാരിലേക്ക് വെളിവാക്കും ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം സഹോദരിയുടെ പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ചർച്ചയാണ്. അതുകൊണ്ടല്ലേ ശബരിമലയുടെ പടി ചവിട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പെണ്ണ് രഹ്ന ഫാത്തിമ അത്രമേൽ വലിയ ചർച്ചയുണ്ടായി തീർന്നത്. അതുകൊണ്ടാണ് ഒരു ഫെമിനിസ്റ്റ് ബത്തക്ക സമരത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക്, അണിയറകൾക്ക് പരിപൂർണമായി പ്രചോദനം കൊടുക്കുകയും ചെയ്ത ഒരു പെണ്ണ്, തീർത്തും ഭൗതികവാദിയായ ഒരു പെണ്ണ്, മുസ്ലിമിന്റെ പേര് സ്വീകരിച്ചു എന്ന പേരിൽ സമൂഹത്തിലുടനീളം വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ഗ്രാമങ്ങളിൽ 1 hour ചർച്ചകൾ മുഴുവനും അതുകൊണ്ട് നിലകൊണ്ടു. എത്രയോ ദിവസങ്ങൾ. എന്തിന്റെ പേരിൽ? രഹ്ന ഫാത്തിമ എന്ന ഒരൊറ്റ നാമത്തിന്റെ പേരിൽ. മുസ്ലിമാണോ? അല്ല. അവൾക്ക് ശബരിമല പടി ചവിട്ടണം, ചവിട്ടിക്കോ, അതിനൊന്നും വിഷയമില്ലല്ലോ. പക്ഷെ മുസ്ലിം അല്ല അവൾ, മുസ്ലിമല്ല. അവള് തന്നെ പറയുന്നുണ്ട് മുസ്ലിം അല്ല. പക്ഷെ ആ പേര് സ്വീകരിച്ചതിന്റെ പേരിൽ വലിയ സംഭവം, വലിയ കോലാഹലം. കാരണം ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് മുസ്ലിമിന്റെ പെണ്ണ്, മുസ്ലിമിന്റെ ഭാര്യ, മുസ്ലിമിന്റെ ഭാര്യ. അവൾക്ക് സ്വാതന്ത്ര്യം.
എടാ, എന്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം, മുസ്ലിം സഹോദരിമാരുടെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം, അവരല്ലേ ആഗ്രഹിക്കേണ്ടത്. അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അവർക്കിനി പള്ളി കെട്ടി നിസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം സുപ്രീം കോടതി നൽകിയാലും അവർ പോകൂല. പോകാൻ അനുമതി കൊടുത്താൽ അവർ പോകൂല. എന്താ കാരണം? അവർക്കൊരാശയമുണ്ട്, അവർക്കൊരു ആദർശമുണ്ട്. അത് പഠിപ്പിച്ചത് ഉലമാക്കളാണ്, സമസ്തയുടെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ ഖൗലുകൾ അനുധാവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാരാ. അവർ ഒരിക്കലും ജീവിതത്തിൽ അതിനെ മാറ്റൊലി സൃഷ്ടിക്കാൻ തയ്യാറല്ല. എത്ര വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചാലും, ഏത് ഗവൺമെന്റിന് അധികാരം കടന്നു വന്നാലും, ആരതിനു വേണ്ടി ആഹ്വാനങ്ങൾ നടത്തി പോകാതെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരാണ് ഉമ്മമാര്. കാരണം നരകത്തിന്റെ വിറകൊള്ളികളാകാൻ അവർക്ക് താല്പര്യമില്ല. ഇവിടെ പുരുഷന്മാര് പള്ളിയിൽ പോകുന്നില്ല. അപ്പോഴാണ് സ്ത്രീയിൽ ഒരു പെണ്ണ് ചാനലിൽ പോയിരുന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്ന്. ആ പറയുന്ന പെണ്ണിന്റെ തലയിൽ പോലും ശരിക്കും തട്ടയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറയുന്ന പെണ്ണ് എനിക്ക് ഔറത്ത് ഇരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. കാരണം എന്താ? തല നേരവും മറച്ചിട്ടില്ല. തല മറച്ചു എന്ന് വരുത്തിയിട്ട് ഒരു സാരിയുടെ തുമ്പ് കൊണ്ട് അരൽപ്പം വരച്ച് മുടിയിഴകൾ മുഴുവനും പുറത്ത് കാണിച്ചുകൊണ്ടാണ് ആ പെണ്ണത് പറയുന്നത്. എനിക്ക് പള്ളിയിൽ പോകണമെന്ന്. ഇവിടെ പള്ളിയിൽ പോകാൻ വേണ്ടി പുരുഷന്മാരോട് പോകുന്നില്ല, അവര് തന്നെ പെട്ടിരിക്കുക. അപ്പോഴാണ് പറയുന്നത് പള്ളിയിൽ പോകണം. നബിയുടെ കാലഘട്ടത്തിലും ഇതേ വാദഗതി ഉന്നയിച്ച് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ അസ്മാ ബിൻത് യസീദ് അൻസാരി റളിയല്ലാഹു തആല അൻഹ വന്നില്ലേ? സ്ത്രീകളെ പ്രതിനിധീകരിച്ച ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് ജുമുഅക്ക് വരാൻ സാധിക്കുന്നില്ല, ജമാഅത്തിന് വരാൻ സാധിക്കുന്നില്ല. അതിന്റെ കൂലികൾ മുഴുവനും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. പുരുഷന്മാര് ജുമുഅക്ക് വന്ന് കൂലി കൊണ്ടുപോയി, ജമാഅത്തിന് വരാത്ത ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ജമാഅത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ജിഹാദിന് വരാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വരാൻ പറ്റൂല, ജുമുഅക്ക് വരാൻ പറ്റൂല, ജമാഅത്തിന് വരാൻ പറ്റൂല. കൂലി മുഴുവനും പുരുഷന്മാർക്ക്. ഞങ്ങൾക്ക് എന്താ കൂലിയൊന്നും ഇല്ലേ? നബി കൊടുത്ത മറുപടി ഉണ്ട്. ആരാണ് നമ്മുടെ ഉമ്മമാര് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. നബി പറഞ്ഞു, 5 വഖത്ത് നമസ്കാരം നീ വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ച് റമളാനിലെ 30 ദിവസത്തെ നോമ്പ് ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിച്ചാൽ പെണ്ണെ നിനക്ക് സ്വർഗം. മുഹമ്മദ് മുസ്തഫ മതി. പള്ളി വരണോന്നോ ജുമാഅക്ക് ജമാഅത്തിന് വരണോ ഒന്നും നബി തങ്ങൾ പറഞ്ഞില്ല. ഇത് നിബന്ധനയല്ലേ, പെണ്ണിന് ഇളവ് കൊടുക്കല്ലേ. പരിശുദ്ധ ഇസ്ലാം എത്ര ഇളവാ പെണ്ണിന് കൊടുത്തത്? പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്നവർക്ക് എന്തേ ബുദ്ധി? ഇസ്ലാമിൽ സ്ഥാനം കൊടുത്തതുപോലെ ലോകത്ത് ഒരു പെണ്ണിനും സ്ഥാനം കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഏറ്റവും എനിക്ക് ഹക്കിടപാടുള്ളത് ആരോട് എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ അനുയായിക്ക് മറുപടി കൊടുത്തത് ഉമ്മുക, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ്. കാരണം ഉമ്മ എന്ന് പറയുന്നത് ഒരു പെണ്ണാണ്. ഏറ്റവും കൂടുതൽ ഹക്ക് ബാധ്യത ഉമ്മ. രണ്ടാമത് ചോദിച്ചു സുമ്മമൻ, പിന്നെ ആരോട് നബിയെ? നബി തങ്ങൾ പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മയോട്. മൂന്നാമത് ചോദിച്ചു ആരോട്? അള്ളാന്റെ റസൂൽ പറഞ്ഞു ഉമ്മുക, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട്. നാലാമതായാണ് റസൂലുള്ളാഹി പറഞ്ഞത് അബൂക, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോട്, നിന്റെ പ്രിയപ്പെട്ട വാപ്പയോട്. പെണ്ണിനെ മുന്തിച്ചു 3 പ്രാവശ്യവും. പെണ്ണിന് ഇസ്ലാം കൊടുത്ത സ്ഥാനമാണത്, മനസ്സിലാക്കണം. പെണ്ണിന് കൊടുത്ത സ്ഥാനം. മാസം തോറും സ്ത്രീകൾക്കുണ്ടാകുന്ന അശുദ്ധിയിൽ അവർ നമസ്കരിക്കേണ്ടതില്ല. പരിശുദ്ധ ദീൻ ഇളവ് നൽകി. സ്വാതന്ത്ര്യമല്ലേ? ശരീരത്തിൽ അല്പാൽപമായി നിർഗളിക്കുന്നതാകുന്ന രക്തകണക്കിലൂടെ പരിഗണിച്ചിട്ട് രക്തങ്ങളെ പരിഗണിച്ചിട്ട് അവരോട് പറയുന്ന പെണ്ണെ, നീ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല. അഥവാ ഒരു പെണ്ണ് തർക്കുത്തരം പറഞ്ഞ് നിസ്കരിച്ചാൽ ആ നമസ്കരിച്ച പെണ്ണിന് ശിക്ഷ കിട്ടുമേ. ഇസ്ലാമിൽ നിയമമാണ്. ഒരു പെണ്ണ് പറയാൻ അശുദ്ധിയുള്ള സമയത്ത് എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് അശുദ്ധിയുടെ സമയത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവൾക്ക് ശിക്ഷ ചെയ്തു. അതാണ് പരിശുദ്ധ ഇസ്ലാം. പെണ്ണിന് സ്ഥാനം കൊടുത്തു, അവൾക്ക് ഇളവ് നൽകി. എന്നാൽ ഈ വാഴ കഴിഞ്ഞിട്ട് വിനീതൻ യാത്ര പോകുന്ന വഴിയിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് രാവിലെ സുബഹിയുടെ സമയത്ത് എനിക്ക് അല്പം ബോധമുണ്ടെങ്കിൽ എന്നോട് ദീൻ പറയുന്നു, നിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച രക്തകണങ്ങൾ നോക്കണ്ട, നിനക്ക് ബോധമുണ്ടോ? നീ തീർച്ചയായും നിസ്കരിച്ചു പറ്റൂ. എന്റെ പേരിൽ എന്നോടുള്ള ശാസന ഏതാണ്? നമ്മളോടുള്ള ശാസന ഏതാണ്?
നമുക്കൊരളവുമില്ല. അതേസമയത്ത് മാസത്തിൽ പെണ്ണിന് ഒരു അല്പം രക്തം പൊറിയുന്നതിന് ഇസ്ലാം അവൾക്ക് അനുവാദം കൊടുത്തു, അവൾക്ക് അനുവാദം കൊടുത്തു. നിസ്കരിക്കണ്ട, അഥവാ നിസ്കരിച്ചാൽ നിസ്കാരം അസാധു, അതിന്റെ മേൽ കുറ്റക്കാരൻ. ഇസ്ലാമിൽ കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം, റമദാനിലാണ്. നോമ്പ് പിടിക്കണ്ട, പക്ഷെ റമദാൻ ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അതുകൊണ്ട് റമദാനിന് ശേഷം അടുത്ത റമദാന് മുമ്പായിട്ട് ആ വിട്ടുപോയ നോമ്പുകൾ നീ അങ്ങ് പിടിച്ചേക്ക്. കാരണം അതിന്റെ പ്രതിഫലം ചെറുതല്ല. നിനക്ക് ശുദ്ധിയുള്ള സമയത്ത് നീ അത് പിന്നീട് പിടിച്ചു വീട്ടിയാൽ മതി. പക്ഷെ നിസ്കാരം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഖളാ വീട്ടണ്ട, നീ ഒരിക്കലും മടക്കി നിസ്കരിക്കണ്ട. നിനക്കത് നൽകിയ അളവാണ്. ഇതേപോലെ പെണ്ണിനെ ഇളവ് നൽകിയതാണ്. പുരുഷന്മാര് ജുമുഅയ്ക്കും ജമാഅത്തിനും പള്ളിയിൽ വരുന്നില്ല എങ്കിൽ അവന്റെ വീടുകൾ കത്തിക്കാൻ ഞാൻ കരുതിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം എന്താ? ജുമുഅയ്ക്കും ജമാഅത്തിനും വരൽ അത്രമേൽ നിർബന്ധ ബാധ്യതയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു ചെറിയ കാര്യമല്ല. പെണ്ണിന് നൽകിയ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധ ഇസ്ലാമിൽ. അല്ലാഹുവിന്റെ റസൂലേ, ജുമുഅയ്ക്ക് വരണം, ജമാഅത്തിന് വരണം, എനിക്ക് ജിഹാദിന് വരണം, എനിക്ക് യുദ്ധത്തിന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ലോകത്തിന്റെ നായകന്റെ സവിധത്തിലേക്ക് അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി എന്ന സ്വഹാബി വനിത കടന്നു വന്നപ്പോ ലോകത്തിന്റെ നായകന് പറഞ്ഞുകൊടുത്ത മറുപടിയാണ് ഇന്നും സമസ്തയുടെ അലമാക്കൾ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നത്. നീ നിന്റെ നമസ്കാരങ്ങൾ 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും റമദാനിലെ 30 നോമ്പ് പിടിക്കുകയും ചെയ്താൽ സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ സ്വർഗം ചെറിയ കാര്യമാണോ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണ്ടേ, പോകണ്ടേ? എന്ത് ശ്രദ്ധിക്കണം? നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ.